there are many people പ്രേക്ഷകർ എൻ്റെ അടുത്ത് വന്ന് നേരിട്ട് ചോദിച്ചിട്ടുണ്ട്, സാറ് ശരിക്കും ഡോക്ടറാണോ? ഞാൻ ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ ഇരിക്കേണ്ടി വരും. ഞാൻ സ്ട്രോങ്ലി ബിലീവ് ചെയ്യുന്നതാണ് ഈ ഇംഗ്ലീഷ് ഭാഷയിൽ 2 വാക്കുകളുണ്ട്, അത് തെറി വാക്കുകളാണ്. ഒന്ന് ഈ ഇന്റലക്ച്വൽ, മറ്റേത് ഈ ജീനിയസ്. These two are not very positive things to call anybody, I think. അങ്ങനെ ഒരു ഡയറക്ടറൂടെ വർക്ക് ചെയ്യാൻ പറ്റാതെ എനിക്ക് ഒരു റിഗ്രറ്റ് ഉള്ളത് KG ജോർജ് ചേട്ടനാണ്. ലെജൻഡറി ആയിട്ടുള്ള പേഴ്സൺസ് ആണ് നസ്രുദ്ദീൻ ഷാ, ഗിരീഷ് കർണാട്. അപ്പോൾ അവരൊക്കെ മലയാളത്തിലേക്ക് വന്നപ്പം സാറിന്റെ ശബ്ദമാണ് അവർക്ക് കൊടുത്തത്. I would attribute 3 people who taught me, who finessed my art of dubbing. അത് നോക്കിയാൽ ഭരതേട്ടൻ 1, TV ചന്ദ്രൻ and ഫാസിൽ. ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു മിർച്ചി മലയാളം. ഒരുപാട് മലയാള സിനിമകളിലൂടെ നമുക്ക് നേരിട്ട് കണ്ടും ഒരുപാട് ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ ക്യാരക്ടേഴ്സിൻ്റെ ശബ്ദമായും നമുക്കൊക്കെ ഫെമിലിയർ ആയിട്ടുള്ള മലയാള സിനിമയിലെ ദ ഇൻ്റലക്ച്വൽ റോൾസ് അല്ലെങ്കിൽ ദി സൈക്കോ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്ത് നമ്മുടെ ഫേവറേറ്റ് ആയി മാറിയ വിജയ് മേനോനാണ് നമ്മുടെ കൂടെ ഇന്ന് ഗസ്റ്റ് ആയിട്ടുള്ളത്. സർ, വെൽക്കം. Thank you for having me. How are you? Very well, thank you. And you? I'm good. അപ്പോൾ നമുക്ക് സാറിനെ പറ്റിയിട്ട് അറിയാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരതൻ സാറിൻ്റെ നിദ്ര എന്ന് പറയുന്ന സിനിമയിലൂടെ ആണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനു മുമ്പ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഡയറക്ഷൻ പഠിച്ചിറങ്ങിയിരുന്നു. അതിനുശേഷം ഒരുപാട് മലയാള സിനിമയിലെ ക്യാരക്ടേഴ്സ് ചെയ്തു. പിന്നീട് ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിട്ട് നസ്രുദ്ദീൻ ഷാ, ഗിരീഷ് കർണാട് പോലുള്ള ലെജൻഡറി ആയിട്ടുള്ള ആൾക്കാർക്ക് ശബ്ദം നൽകിയിട്ടുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ട് അറിയാവുന്ന കാര്യങ്ങൾ. പക്ഷേ ഇതിനപ്പുറമുള്ള വിജയ് മേനോനെ പറ്റിയിട്ട് നമുക്ക് അധികം അറിയില്ല. സോ അതാണ് ഞാനും നമ്മുടെ പ്രേക്ഷകരും അറിയാൻ ആഗ്രഹിക്കുന്നത്. അപ്പുറമുള്ളത് അത്രയൊന്നും ഇല്ല. ബട്ട് സ്റ്റിൽ എങ്ങനെയാണ് സിനിമയിലേക്ക് എത്തിയത്? ചെറുപ്പം മുതലേ സിനിമയോടൊരു പാഷൻ ഉണ്ടായിരുന്നു? ഒന്നുള്ള കാര്യം, ഇപ്പം ഞാൻ പഠിച്ച സ്കൂളിലെല്ലാം സിനിമയിൽ പോകാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കളിയാക്കിയാനെ. അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ. ഞാൻ കോളേജിൽ ചേർന്നിട്ടാണ് ഐ സ്റ്റാർട്ടഡ് ഡൂയിങ് സ്റ്റേജ്. അതിൽ പ്രത്യേകം ഒരു ഐ ഷുഡ് മെൻഷൻ ദ പേഴ്സൺ ഹു ടോട്ട് മീ ദിസ് ക്രാഫ്റ്റ് ഓഫ് ആക്ടിങ്, തോമസ് ലെഫ്രോയ് വർഗീസ് എന്ന് പറഞ്ഞു. നമ്മൾ ടൂട്ട്സ് എന്ന് വിളിക്കുമായിരുന്നു കോളേജിൽ. ഹീ ഗോട്ട് മീ ഇൻട്രസ്റ്റഡ് ഇൻ ദിസ്. അത് കഴിഞ്ഞിട്ടാണ് ഐ തോട്ട് ഓക്കെ സിനിമ ഈസ് എ ഗുഡ് ബെറ്റ്. ആൻഡ് അങ്ങനെയാണ് ഫിലിം സ്കൂളിന് വേണ്ടി അപ്ലൈ ചെയ്ത് പൂനെ പോയത്. സോ ദേ വി ഡിഡ് സംതിങ്. അത് വളരെ ഒരു ലക്കി ടൈം ടു ഗോ ദർ ബിക്കോസ് ദ സിലബസ് വാസ് ഇൻറ്റിഗ്രേറ്റഡ് കോഴ്സ് എന്ന് പറഞ്ഞു. വി ലേൺഡ് ഓൾ ആസ്പെക്ട്സ് ഓഫ് ഫിലിം മേക്കിംഗ്. നേരത്തെ ഇറ്റ് വാസ് സ്പെഷ്യലൈസേഷൻ ഇൻ വൺ സിനിമാറ്റോഗ്രാഫി ഓർ എഡിറ്റിംഗ് ഓർ സ്ക്രീൻ പ്ലേ. അത് എല്ലാം നമ്മളെ ഇങ്ങനെ മേഡ് us familiar with that. And then when I came out, I went to Bharathan to be his assistant. അപ്പം പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ചു, നീ അഭിനയിക്കുന്നു? അന്ന് മൈ ഫസ്റ്റ് ആൻസർ ടു ദാറ്റ് വാസ്, അത് വേണ്ട സാറേ. എന്ന് വെച്ചാൽ ഇനി എന്തുകൊണ്ടെന്ന് ചോദിച്ചപ്പോൾ, ബിക്കോസ് ആ കാലത്ത് പീപ്പിൾ ഒരു കൈ കൊടുത്തിട്ട് ഭരതൻ ചേട്ടൻ്റെ പടത്തിൽ അഭിനയിക്കാൻ വേണ്ടി റെഡി ആയിരിക്കുന്ന സമയമാണ്. സോ അല്ല, ഇപ്പം ഞാൻ കുറച്ച് ഒരു വഴി കൂടെയാണ് പുള്ളിയെ കാണാൻ പോയത്. പറഞ്ഞു അവരയച്ചത് കൊണ്ട് ഒരു സീനിൽ വന്ന് സർ ടി നമ്മായിട്ട് എന്നെ വിടാൻ വേണ്ടി ആണെങ്കിൽ വെൽക്കം നെക്സ്റ്റ് ഫിലിം അസിസ്റ്റൻ്റ് ആവാൻ. ഇല്ലടാ, മെയിൻ ക്യാരക്ടർ. ഓക്കെ, ബിക്കോസ് ഈ ഫിലിം സ്കൂളിൽ പോയത് കൊണ്ട് വി ആർ നോട്ട് ഓവർവെൽംഡ് ബൈ ദ ടെക്നോളജി. സെറ്റിൽ പോയാൽ യു നോ ഹൗ ടു ബി കംഫർട്ടബിൾ ഓവർ ദെയർ, ഹൗ ടു പെർഫോം യുവർ വർക്ക് ഓവർ ദെയർ. സോ ഇറ്റ് വാസ് ഈസി ടു സേ യെസ്. ടെൻഷൻ ഇല്ലാതെ യെസ് എന്ന് പറയാൻ പറ്റി. പക്ഷേ യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഡയറക്ഷൻ. അപ്പം എന്തുകൊണ്ടാണ് ഡയറക്ഷൻ ഇഷ്ടമാവാനൊരു കാരണം? It is the cinema is the director's vehicle. He is the captain of the ship. He is the one who directs which port it goes to, how it gets there, how fast it goes there, the rhythm of it. But അതിൻ്റെ താളം എല്ലാം പുള്ളി ആണ് കൊണ്ടുപോകുന്നത്. It's a team effort. എല്ലാവരും വേണം. But it's his vision that is being materialized. അതുകൊണ്ടാണ്. So director's job is the all-encompassing work which gives you primary job satisfaction. Okay, and നിദ്രയിലെ എക്സ്പീരിയൻസ് ആസ് ആൻ ആക്ടർ, ഭരതൻ സാറിന്റെ കൂടെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ്? He was a very laid back kind of person. He was not very there are strict directors and there are very serious people, and he was laid back, cool, easy going person, easy to work with. And I also worked as an assistant with him for his movie Chata. So his approach, there was a very painter's aesthetic approach to how he got his cameraman to take his frames, and even the amount of times he used to linger over a shot.
where it would sometimes affect the editing. Because he loved his frame so much, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പുള്ളി, but he was an easy person to work with. He was very interesting ഓക്കെ times. ഓക്കെ. അതുപോലെ ഫിലിം സ്കൂളിൽ നിന്ന് പഠിച്ച് നേരിട്ട് ആദ്യം വരുന്നത് നിദ്രയിലാണ് വർക്ക് ചെയ്യുന്നത്. ഹൗ വാസ് ദിസ് ഫിലിം സ്കൂൾ എക്സ്പീരിയൻസ്? യുവർ ഫ്രണ്ട്സ്, കൊളീഗ്സ് ഫ്രം ദ മൂവി ഇൻഡസ്ട്രി? ഞാൻ ഉണ്ടായിരുന്ന സമയത്തായിരുന്നു നമ്മുടെ വേണു ace cameraman. He was there. His wife Beena, Sunny, Rajiv Vijayaraghavan, Dinesh Babu, all these from Kerala, I think, who were there at that time. Shiva Prasad, Sharat Chandran, Sukumaran Nayak. They were the people who were there from Kerala at that time. So, see, ഒരു കാര്യമാണ് ഫിലിം സ്കൂളിൽ പോയ എന്ത് whatever thing or കുറേ പടങ്ങൾ കാണാം, which you will not get to see outside otherwise. Then you become familiar. ഞാൻ പറഞ്ഞില്ലേ, not to get frightened of this technology. അതിൻ്റെ familiarity. One thing they don't teach you there is a approach, academic approach, which exists in film school, which is not quite, other നമ്മുടെ ഇൻഡസ്ട്രിയിൽ വന്ന് not quite suitable. So that unlearning process ആണ് important നമ്മുടെ ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ. If you have been to a formal film school, there is a process of unlearning what you have learnt in a certain formal way, which makes it you more adaptable. ഇവിടെ വന്ന് ജോലിയെടുക്കാൻ, പണിയെടുക്കാനും. ഓക്കെ. അതുപോലെ തന്നെ ഇപ്പം വേണേൽ നമുക്ക് രണ്ട് ജനറേഷൻ എന്ന് പറയാം. ഇപ്പം നമുക്ക് ജോൺ അബ്രഹാം സർ, അത്രയും വയസ്സൊന്നും ആയില്ല എനിക്ക്. അല്ലല്ല, അങ്ങനെയല്ല. യു ഹാവ് എക്സ്പീരിയൻസ് വിത്ത് ദം. ലൈക്ക് ജോൺ അബ്രഹാം സർ ഫിലിം സ്കൂളിൽ വന്നിട്ടുണ്ട്. he അവിടെ വന്ന് ലെക്ചർ ചെയ്തിട്ടുണ്ട്. ഞാൻ അവിടെ പഠിക്കുമ്പം I also became friends with him as a personal friend of mine. So പുള്ളി ഒരു യുണീക്ക് പേഴ്സണാലിറ്റിയാണ്, അതെല്ലാവർക്കും അറിയാം. നത്തിങ് പുതിയതൊന്നും പറയാനില്ല. ഈ സ്വന്തം താളത്തിൽ ഒന്നൊരു ആള് quite a self-willed person who made his films accordingly to what he thought was best. You ever wanted to work with him in a film? We want to work with every director. I mean, that would be just fine, because every director is different. Yes. I have അങ്ങനെ ഒരു ഡയറക്ടർ കൂടെ വർക്ക് ചെയ്യാൻ പറ്റാതിരുന്നു പോയി എനിക്ക് ഒരു റിഗ്രറ്റ് ഉള്ളത് KG ജോർജ് ചേട്ടനാണ്. And it should have happened because he is my senior from the school and we were also very close friends. But it never happened. I don't know. It's just one of those things. You still wish? I hope it had happened. But you can't do anything about that. He's not in a physical condition to make films anymore. Okay. പിന്നെ അതുപോലെ കമ്മിങ് ബാക്ക് ടു നിദ്രയിലെ ആ ഒരു റോള്, അതിനുശേഷം പിന്നീട് വന്നിട്ടുള്ള റോൾസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും കുറച്ചൊരു ഇൻ്റലക്ച്വൽ സൈക്കോ ക്യാരക്ടർ അല്ലെങ്കിൽ ഡ്രഗ് അഡിക്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ലൈക്ക് ഒരുപാട് ക്യാരക്ടേഴ്സ് അതിനുശേഷം മലയാള സിനിമയിൽ വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ വരുന്നത് വിജയ് മേനോന്റെ ഫേസ് ആണ്. ലൈക്ക് എങ്ങനെയാണ് അങ്ങനെ ആ ഒരു ഇതിലേക്ക് എത്തിപ്പെട്ടത്? ഞാൻ സ്ട്രോങ്ലി ബിലീവ് ചെയ്യുന്നതാണ്, ഈ ഇംഗ്ലീഷ് ഭാഷയിൽ രണ്ട് വാക്കുകളുണ്ട്, അത് തെറി വാക്കുകളാണ്. ഒന്ന് ഈ ഇന്റലക്ച്വൽ, മറ്റേത് ഈ ജീനിയസ്. These two are not very positive things to call anybody, I think. Okay, so I don't consider myself to be an intellectual of any degree and definitely not a genius. I don't know any other. But that is there is typecasting is an occupational hazard in cinema, especially for actors. ഒരു പടത്തിൽ വന്ന പ്രത്യേക ക്യാരക്ടർ ചെയ്ത് ഇറ്റ് ഡസ് വെൽ, they tend to cast you again in that similar role because the acceptability becomes higher. അതിൽ കണ്ടിട്ട് ഡോക്ടർ വന്നിട്ടോ ഡോക്ടർ പറയുന്നതാണ്. സോ there are many people, പ്രേക്ഷകർ എൻ്റെ അടുത്ത് വന്ന് നേരിട്ട് ചോദിച്ചിട്ടുണ്ട്, സാറ് ശരിക്കും ഡോക്ടറാണോ? അല്ല. My mother ഓർമ്മയുണ്ടായിരുന്നു, her fervent wish was I should be a doctor. അപ്പോൾ മണിപ്പാൽ മെഡിക്കൽ കോളേജെല്ലാം she managed, you knew the people who ran the institution, the Pai family, and somehow organized maybe a seat for me at that time. And no, I'll faint. Like it won't happen. How good you were in academics? I could have been good, but I was not. I know. Until 6th and 7th class, I used to come, amongst the top of the class. And that കഴിഞ്ഞിട്ടൊരു something went wrong somewhere, and in terms of the focus on the studies, അത്രയും ആയില്ല.
ആ സമയത്താണോ മൂവിയിലേക്ക് ഒരു ഇൻട്രസ്റ്റ്? അല്ല മൂവിയിലേക്ക് ഇൻട്രസ്റ്റ് വരുന്നോട് ഇത് എൻഡ് ഓഫ് മൈ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഇൻ കോളേജ്. ഓക്കെ. Because ഈ സ്റ്റേജ് ചെയ്യുമ്പം when you understand this is a business of communication. Any art form is you want to talk to somebody, you want to express something to somebody. So the greatest mass communicator cinema. Okay, like അതിനെക്കാട്ടും they haven't yet come across. Even now maybe Facebook, but yeah. Okay. So we were talking about typecasting. അത് ഒരു occupational hazard ആയതല്ല. It's happened to me. It has happened to others too. So you ever felt bad about it? Do I have a choice? ഇപ്പോൾ ആരും വന്ന് നാളെ you come to me and say ചേട്ടാ ഒരു പടമുണ്ട്, ഡോക്ടറുടെ വേഷം ചെയ്യണം, ഒരു 10 ദിവസം വേണം, റിസ്റ്റിംഗ് വേണം. ഞാൻ ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ ഇരിക്കേണ്ടി വരും. I have to do my craft. Any craft you do, you have to practice it. And so I don't have much of a choice of rejection. I don't have the privilege of that. Okay. As to where I am in this space. You know? So ആക്ടിങ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അറിയുന്നത് ഡബിങ്ങിലൂടെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലെജൻഡറി ആയിട്ടുള്ള പേഴ്സൺസ് ആണ് നസ്രുദ്ദീൻ ഷാ, ഗിരീഷ് കർണാട്. അപ്പോൾ അവരൊക്കെ മലയാളത്തിലേക്ക് വന്നപ്പം സാറിൻ്റെ ശബ്ദമാണ് അവർക്ക് കൊടുത്തത്. സോ വാട്ട് യു ഫെൽറ്റ് ആ ഒരു സമയത്ത്? I've been chosen. That what I said earlier. ശരിക്കും do your job properly. അവിടെ ചെന്ന് അത് ചന്ദൻ ചേട്ടൻ്റെ പടമാണ്, TV ചന്ദൻ ചേട്ടൻ്റെ പടമാണ് പൊന്തന്മാട. Yeah. So now, like you said, Nasruddin Shah is an internationally known actor. Exactly. And he has got certain even audio voice mannerisms that he uses. So ഞാൻ ചന്ദ്രനടുത്ത് ഇങ്ങനെ സംസാരിച്ചു. And he also, you know, he was very helpful. In fact, I would attribute 3 people who taught me, who finessed my art of dubbing. Adu Nokia Bharathan one, TV Chandran and Fazil. Okay. Fazil ka, I mean, just by listening, by how they give you the direction to that, how it should be done, I learnt a lot from these 3 people actually, doing these 3 kind of films with them. Okay. And Pondan Malayalam, so Nasruddin Shah, because he has these voice mannerisms, it made it a little easier, you know. Okay. Other than for Girish Karnad sir, it was his look, his this thing. So you have to get it right. It should look that, you know. Exactly. And Suresh Krishna was the director, I think, of that Prince no Prince, So he was Shanti's brother. Shanti was Nidraila and Doda Abhinaycha. So it was easy to communicate and get it done, you know, like that. ഏതെങ്കിലും മൊമെന്റിൽ യു ഫെൽറ്റ് ഡൗട്ട് ഓഫ് യുവർ സെൽഫ്, എൻ്റെ ശബ്ദം മാച്ച് ആവോ ഇവർക്ക് ഏതെങ്കിലും ഒരു പോയിന്റിൽ തോന്നി? അത് ഞാനല്ലല്ലോ ഡിസൈഡ് ചെയ്യേണ്ടത്. So I go there and do what I can do. He decides if it matches or not. ആൻഡ് അതുപോലെ തന്നെ പിന്നീട് ലൈക്ക് ഈ പറയുന്ന ക്യാരക്ടേഴ്സിന് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടാണ് നിറത്തിന്റെ അകത്തില് ബോബൻ ആലമുണ്ട്, പ്രകാശ് മാത്യു എന്ന് പറയുന്ന ക്യാരക്ടർ. That is completely different. കുറച്ചൊരു റൊമാൻറ്റിക് ക്യാരക്ടറാണ്. സോ ഹൗ ഡിഫിക്കൽട്ട് ഇറ്റ് വാസ്, അല്ലെങ്കിൽ ഹൗ ഈസി ഇറ്റ് വാസ്? You approach the പുള്ളി ചെയ്ത പുള്ളി പ്രതികരിച്ച സാധനങ്ങളും ചെയ്ത, you understand that Kamal is there. So rely on the director's vision, you know. You give them the credit of that. Even Kingil അഭിനയിക്കും പോലെ, how much, even though it is a minor 3-4 minor അല്ല, but 3-4 scene role, the response was so high and heavy that I could only think and attribute that success of that character to Shaji Kailash and Ranji, you know, because of how they were written at that place. So public കാണുന്ന ആക്ടറിനെയാണ്. ഈ അനുരാഗ് കാശ്യപ് ഇപ്പം ഈ അനിൽ കപൂറിനോട് ഒരു പടം ചെയ്തിട്ടുണ്ട്, പേരെന്താ അതിൻ്റെ ഒരു AK vs. AK. അതിനൊരു റിയലിസ്റ്റിക് സ്റ്റേജിൽ ഇരുന്ന് പറയുന്ന കാര്യങ്ങൾ, കുറേ സത്യങ്ങൾ പറയുന്നുണ്ട് അവർ. It takes this whole team to make the star. Okay. ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പോൾ ഒരു പ്രാവശ്യം ലക്ഷ്മി ചേച്ചി, നമ്മുടെ ജൂലി ചട്ടക്കാരി ചേച്ചി, she had come to the institute and she was talking to the students. When as usual students ആയതുകൊണ്ട് ചോദിച്ചു, aren't stars overpaid, too much pampering, ഇതെല്ലാം ചോദിച്ചപ്പം she said something എന്ന് പറയുന്നത്, പ്രേക്ഷകർ വരുന്നത് നമ്മളെ കാണാനാണ്, not ആരാ എഴുതിയത് ഡയറക്ട് ചെയ്തത്, which was true at that time. Okay. Today it's not like that. People come to see Ashik Kapoor film, or, you know, like Joshi film, or they come on the technician's name also. FIR മൂവിയിൽ
രാജീവിന് വേണ്ടി, ആ. യെസ്, ഒരുപാട് സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ഒരു വില്ലൻ ക്യാരക്ടറാണ് അത്. ആൻഡ് ഇപ്പോഴും ആൾക്കാർ പറയുന്ന സമയത്ത് ആ ഒരു ശബ്ദത്തിനെ പറ്റിയിട്ട് പറയാറുണ്ട്. ലൈക്ക് Yeah. Because അത് ആൾക്കാർ രാജീവ് ഹിംസെൽഫ് ഇപ്പം കാണുമ്പോൾ എപ്പോഴും എടുത്ത് പറയും താങ്ക് യു മച്ചാൻ എല്ലാം. വെരി നൈസ്, വില്ലൻ വരുമ്പോ ഒരു ബിജിഎം ഒക്കെ വന്നിട്ടുള്ള ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് ഇറ്റ് വാസ് ഫസ്റ്റ് ടൈം എന്നൊക്കെ മാജിക്. ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ ലഭിച്ചത് ആർക്ക് ഡബ് ചെയ്തതിനാണ്, വോയിസ് കൊടുത്തതിനാണ്? മീൻ യു ഹാവ് റിസീവ്ഡ് 2 സ്റ്റേറ്റ് അവാർഡ്സ്. That is for മേൽവിലാസം, മേൽവിലാസം, ഒപ്പം ഒപ്പം സമുദ്രക്കനി. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഒരുപാട് അപ്രീസിയേഷൻ ലഭിച്ച that's like say നസീറിന് വേണ്ടി ചെയ്തത്. അപ്പം നസീറുദ്ദീൻ ഷാന് വേണ്ടി ആ പൊങ്കന്മാല എല്ലാം. And even this രാജീവിന്റെ FIR they keep talking about it. I wonder myself why. But it's like that, you know. യുവർ ഫേവറേറ്റ് ഏതായിരിക്കും? ഇതൊരു Every I approach everything as to, like I said, best availability പോയി ചെയ്യുക, you know, like സ്വന്തം ശബ്ദം ഇങ്ങനെ ആരിലും കണ്ടിട്ട് ഓ എന്നേക്കാൾ കൂടുതലായിട്ട് ഇദ്ദേഹത്തിന് മാച്ച് ആവുന്നുണ്ടല്ലോ എൻ്റെ ശബ്ദം, അങ്ങനെ തോന്നിയ ഇതിലും ക്യാരക്ടർ ഉണ്ടോ, അല്ലെങ്കിൽ ഇതിലും പേഴ്സൺ ഉണ്ടോ? ലൈക്ക് എൻ്റെ ശബ്ദം എന്നേക്കാൾ കൂടുതൽ ആൾക്ക് മാച്ച് ആവുന്നുണ്ടല്ലോ. that would be terrible. ആർക്കെങ്കിലും ശബ്ദം കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടോ? എൻ്റെ ശബ്ദം ഇന്ന ആൾക്ക് മമ്മൂട്ടി. He won't agree most probably. He doesn't need it, you know. ആക്സെന്റിനെ പറ്റിയിട്ട് ഒരുപാട് ആൾക്കാർ സംസാരിക്കാറുണ്ട്. മലയാളി പോലെ തന്നെയാണ് സംസാരിക്കുന്നത്. ഇംഗ്ലീഷ് ആക്സെന്റ് അത് എവിടെ നിന്നാണ്? അത് ലണ്ടനിലാണ് ജനിച്ചത്. Then you studied in ഊട്ടി. അവിടെ നിന്നാണോ ആ ഒരു ആക്സെന്റ്? ലണ്ടനിൽ ജനിച്ചപ്പോൾ my mother was studying there. She was reading to be a barrister. Okay, She employed a nanny. Okay. ഞാൻ സ്മോൾ ബോയ് ആണ്. അപ്പം ലോജിക്കലി നോക്കിയാൽ എന്നെ ആദ്യം ഈ ഭാഷ പഠിപ്പിച്ചത് ആ മദാമയായിരിക്കും. Then India വന്നത് accent vanishes just like that. Well, school is you speak only English. And everybody is taught, and we had teachers who were English and Irish, and so who taught us the language as should be spoken. And then this continues. പക്ഷെ ഞാൻ മലയാളി പോലെ തന്നെയാണ് സംസാരിക്കുന്നത്. അതെ, പക്ഷെ നമ്മൾ കൂടുതലും കാണുമ്പോൾ ഇംഗ്ലീഷ് ക്യാരക്ടേഴ്സ് ആണ്. ആൻഡ് യുവർ വേ ഓഫ് സേയിങ് ഇസ് ഡിഫറെന്റ്. അതായത് ഡയലോഗ്സ് പറയുന്ന സമയത്ത് ഇംഗ്ലീഷും അതിന്റെ മലയാളം ഉണ്ടാവും. ഹൂ ആർ യു, താൻ ആരാണ്, അങ്ങനെ. അത് എല്ലാം ജനറലി ഇന്ത്യൻ സിനിമയില് ആ ഡബിൾ ഇത് വരാറുണ്ട്. കാജാരെ വേറെ this comes on a regular basis actually. അത് നമ്മൾ ആക്ച്വലി അവോയ്ഡ് ചെയ്യാനാണ് നോക്കുന്നത്. അത് ബൈ ഡീഫോൾട്ട് അങ്ങ് വന്നു പോകുന്നതാണ്. നോ, ഇറ്റ്സ് വാട്ട് റൈറ്റർ റൈറ്റ്സ് അല്ലേ. ചിലപ്പോൾ റൈറ്റർ അടുത്ത് പോയി പറഞ്ഞത് വേണോ, നമുക്ക് ഇത് തന്നെ ഇങ്ങനെ പോയി. അപ്പോൾ ചിലപ്പോൾ അയാൾ പറയും നാട്ടുകാർ മനസ്സിലാവില്ലേ ഈ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ, പിന്നെ അതിനെ മലയാളം പറയണം. അപ്പം ആസ് എ ഡയറക്ടർ 2 മൂവിയാണ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഇസ് നിലാവിൻ്റെ നാട്ടിൽ, പ്രേം നസീർ സർ, ഭരത് ഗോപി, സീമ. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? That was tremendous. ഞാൻ there are a few people, and അതിലും ഞാനും പെട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ, ഞാൻ നസീർ സാറിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, ഞാൻ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. And he was a, you know, like everybody says, he was a thorough gentleman. Like he would not give scope even to the biggest Karimunji to criticize it in any way, because he was a thorough gentleman. So, and above that, I knew, we knew him, our family knew him before I came to the films and all that. I knew him as an acquaintance, and not that we were very close and things. അറിയായിരുന്നു. He would know my mother and things like that. So, with that we had Bharat Gopi Chattan, who is a live wire actor, you know, and thorough professional, Seema Chechi, Lalu Alex. Yes. So, it was a fantastic experience directing all of them and getting your point of view across to them. And it was all of, at that point, Gopi had just won national award, and he had been doing so well. Nasir sir. Seema Chechi is also thoroughly, how many hundreds of films she had been doing. Lalu was
also a thorough, well-versed actor. And so it's very interesting, these diverse characters to direct them. That fun. And after that ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് വിളക്കുമരം എന്ന് പറയുന്ന സിനിമ ചെയ്തത്. അത്രയും ഒരു ബ്രേക്ക് വരാൻ റീസൺ? I didn't pursue it seriously before that. Then when this producer came, we offered him a choice of stories, one which I had written, one which my son had written. He chose my son's story, unfortunately. But and then we both sat together, wrote the screenplay and everything out, and we did this film. It was a very difficult subject to tackle, and reasonable. I would give myself a 4.5 on 10 or something like that. Reasonable item rating, because it's a very difficult subject, and maybe some scripting errors when you look. It's all in hindsight now. At that point you're so involved you can't see around you. So you run it. Okay. അപ്പോൾ ആക്ടിങ്, ഡബിങ്, ഡയറക്ഷൻ, എഡിറ്റിംഗ്, സ്ക്രീൻ പ്ലേ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയതും ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് തോന്നിയതും ഏതൊക്കെയായിരിക്കും? Difficult, see, ഏത് പടത്തിൻ്റെയും ഏത് പ്രജ്ഞാണെങ്കിലും അതിൻ്റെ നട്ടിൽ, അതിൻ്റെ സ്പൈൻ, അതിൻ്റെ ബാക്ക് ബോൺ ബേസിക്കലി is the script of it. Getting that right is 60 to 70% of your work is done. Okay. So getting that right, if there is difficulty, that is the part which is you have to tackle the most. Okay. That script, that thing which you get with your dialogues and your screenplay, and ആ സാധനം ശരിയാക്കി എടുത്താൽ the path becomes smoother, becomes easier. Another, എൻ്റെ ഒരു observation from my experience of these many years is somehow in our cinema, and that's not only Malayalam cinema, I'm saying generally Indian cinema, the use of sound is not given the proper importance. Use of sound. How the sound is designed in the film. The kind of music that comes in, the kind of... We have this song which is almost genetically part of our cinema. So, all these things have not gelled together in the majority of the films because of the scripting errors. That's what generally happens. Okay. And you see a lot of movies have this similar thing, or the first half of Tagarnirkim, second half it kind of drops off. That is sometimes falling to the trap of star play. പ്രേക്ഷകർ എന്ത് അംഗീകരിക്കും അവരവരുടെ ഒരു ധാരണ ഉണ്ട്, അവരെന്ത് അംഗീകരിക്കുന്നില്ലെന്ന്. അത് പണം, ബിക്കോസ് യു ഹിയർ മെനി ടൈംസ് അത് എങ്ങനെ ഓടിയെന്ന് അറിയില്ല, അത് അവർ അങ്ങനെയാണ്. സോ അത് പിടിച്ചാൽ I think that scripting is the most important thing. Difficult, I don't know, but that is the thing you have to crack. Okay. Political correctness is fascism. Celebrity ആയതുകൊണ്ട് അവന് ഒരു അഭിപ്രായം പാടില്ല. അവൻ എന്തെങ്കിലും തെറി വിളിയാൻ ഉപദ്രവിക്കുക, അല്ലെങ്കിൽ മോട്ടോർ സൈക്കിൾ അവളുടെ മേത്ത് സംതിങ്, and then she falls in love with him. For what? പിള്ളേരും ഹലോ അജു കമ്മിങ് ടു ദ ബീച്ച് ഡേ അങ്ങനെയാണല്ലോ. കുറച്ചും കൂടെ മണി അടിക്കും, കുറച്ചും കൂടെ ഞാൻ കുറച്ചത് പഠിക്കണമായിരുന്നു. എനിക്ക് 2 പ്രാവശ്യം ഈ ഡബ്ബിങ്ങിന്, മലയാളം ഡബ്ബിങ്ങിന് അവാർഡ് തന്നിട്ടുണ്ട് ഈ സർക്കാർ. So don't tell me about language.